നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരസ്പര വിരുദ്ധ മൊഴികളുമായി തകഴി കുന്നുമ വണ്ടേപ്പുറം പാടശേഖര ബണ്ടിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട പ്രതികൾ. അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാനായി കുഞ്ഞിനെ തോമസ് ജോസഫിന് കൈമാറിയെന്നാണ് അമ്മ ഡോണ ജോജിയുടെ മൊഴി. ജനിച്ചപ്പോൾ കരഞ്ഞെങ്കിലും പിന്നീട് കുഞ്ഞ് കരഞ്ഞില്ലെന്നും ഡോണയുടെ മൊഴിയിലുണ്ട്. എന്നാൽ 7-ന് രാത്രി കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നു എന്നാണ് തോമസ് ജോസഫും സുഹൃത്ത് അശോക് ജോസഫും പോലീസിനോട് പറഞ്ഞത്. എറണാകുളത്തെ ആശുപത്രി ചികിത്സയെ തുടർന്ന് ഡോണയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ സംഭവത്തിൽ വ്യക്തത വരൂ. കുഞ്ഞിനെ 8-ന് പുലർച്ചെയാണ് തകഴി കുന്നുമ വണ്ടേപ്പുറം പാടശേഖര ബണ്ടിൽ കുഴിച്ചിട്ടത് എന്നാണ് നിഗമനം. 10-ന് കൊച്ചിയിലെ ആശുപത്രി നടത്തിയ പരിശോധനയിൽ യുവതി പ്രസവിച്ചെന്ന് കണ്ടെത്തി. ഇതോടെ കുഞ്ഞിനെ തോമസിനെ ഏൽപ്പിച്ച കാര്യം യുവതി മാതാപിതാക്കളോട് പറഞ്ഞു. തുടർന്ന് പൂച്ചാക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി. 10-ന് രാത്രിയോടെ തോമസ് ജോസഫിനെയും അശോക് ജോസഫിനെയും അമ്പലപ്പുഴ പോലീസിന്റെ സഹായത്തോടെ പൂച്ചക്കാൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുഞ്ഞിനെ കുഴിച്ചിട്ട കാര്യം ഇവർ പോലീസിനോട് ഏറ്റുപറയുകയും സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്നലെ തോമസിനെ പോലീസ് പാടശേഖര ബണ്ടിലെത്തിച്ച് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പുറത്തെടുക്കുമ്പോഴും കുഞ്ഞിന്റെ കൈകൾ വിടർന്നിരുന്നില്ല. ഇരുകാലുകളും വയറിനോട് ചേർന്ന് ഒട്ടിയ നിലയിലായിരുന്നെന്ന് ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞ് മരിച്ചെന്ന സൂചനയാണ് ഇത് നൽകുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 7-ന് പുലർച്ചെ ജനിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഒരു പകൽ മുഴുവൻ വീടിന്റെ മുകളിലെ തട്ടിലും പടിക്കെട്ടിനും താഴെയുമായി പൊതിഞ്ഞ് സൂക്ഷിക്കുകയായിരുന്നു. രാത്രി തോമസിന്റെ പക്കൽ പോളിത്തീൻ കവറിലാണ് കുഞ്ഞിനെ കൊടുത്തുവിട്ടത്. കുഞ്ഞിനെ കുഴിച്ചുമൂടിയ ശേഷം ഈ കവർ പ്രതികൾ വലിച്ചെറിഞ്ഞു. എന്നാൽ മൃതദേഹം പുറത്തെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റിയെങ്കിലും മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം കഴിയുവരെ കാത്തിരിക്കണം. ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞു മരിച്ചോ അതോ കൊന്നതാണോ, ആണെങ്കിൽ ആര്, എവിടെ വച്ച് എന്നതിൽ പോലീസ് ഉത്തരം തേടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തോമസ് ജോസഫ് കൂട്ടുകാരന്റെ വീട്ടിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. അശോക് ജോസഫിന്റെ അച്ഛൻ ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയാണ്. ജോലിക്ക് പോയാൽ 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അമ്മ കൊല്ലത്ത് മകളുടെ വീട്ടിലായിരുന്നു. പിടിയിലാകുന്ന ദിവസം രാത്രിയിലും ഇവർ ഇവിടെ നിന്നാണ് അടുത്തുള്ള കോളനി പരിസരത്തേക്ക് പോയത്. സംഭവിച്ചത് എന്താണെന്ന് അശോക് ജോസഫിന്റെ അച്ഛനമ്മമാർക്ക് അറിയില്ല. മകൻ പെട്ടുപോയി എന്നാണ് അശോക് ജോസഫിന്റെ അച്ഛൻ ജോസഫ് പറഞ്ഞത്. മകളുടെ പ്രണയബന്ധം അറിയാമായിരുന്നെന്നും വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിച്ചിരുന്നതായും യുവതിയുടെ അമ്മ പ്രതികരിച്ചു. മകൾ ഗർഭിണിയായിരുന്നത് അറിഞ്ഞില്ല എന്നും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു. തകഴിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടായ വാർത്തയെ തുടർന്ന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ സാമൂഹിക പ്രവർത്തകരാണ് അമ്മയുടെ മൊഴിയെടുത്തത്. ജയ്പൂരിൽ നിന്ന് ഫോറൻസിക് സയൻസിൽ ഡിഗ്രി എടുത്ത ശേഷം തിരുവനന്തപുരത്ത് സ്ട്രീറ്റ് ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു യുവതി. കാമുകൻ തകഴിയിലുള്ളതാണെന്നും ജയ്പൂരിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിരുന്നുവെന്നും തുടർന്ന് അമ്പലപ്പുഴയിൽ ജല അതോറിറ്റി ജോലി നോക്കിയിരുന്നതാണെന്നും അവർ പറഞ്ഞു. ഗർഭത്തിന്റേതായ ലക്ഷണങ്ങളൊന്നും മകളിൽ ഉണ്ടായിരുന്നില്ല. വയറുവേദനയെ തുടർന്ന് കുത്തിവയ്പ്പെടുത്തിരുന്നു. തുടർന്ന് രാവിലെ രക്തസ്രാവം കണ്ടതോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സ്കാനിങ്ങിൽ പ്രസവം നടന്നതായി സൂചനയുള്ളതായി ഡോക്ടർ പറഞ്ഞു. തുടർന്ന് മകളോട് അന്വേഷിച്ചപ്പോഴാണ് പ്രസവിച്ചതായും കാമുകനെ വിളിച്ച് രാത്രി തന്നെ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാനാണ് കൊടുത്തുവിട്ടെന്നും പറഞ്ഞത്. കുട്ടിയെ പിന്നീട് എന്തു ചെയ്തെന്ന് സംബന്ധിച്ച് മകൾക്ക് അറിയില്ല എന്നും അമ്മ ശിശു സംരക്ഷണ യൂണിറ്റ് പ്രതിനിധിയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.